നമസ്കാരം, ഏവർക്കും സ്കേലാർ ഡിസിപ്ലിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിലേക്കുള്ള ദൂരം ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. പ്രധാനമായും 4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഒന്ന്, ആദ്യമായി കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും അതേപോലെ ചെറിയ അളവിൽ പേടിയുമുള്ളവരായിരിക്കാം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരുപാട് തവണ കേട്ടറ്റ് എക്സാം എഴുതി വിജയിക്കാൻ സാധിക്കാതെ വീണ്ടും കേട്ടറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന HSA അല്ലെങ്കിൽ അടുത്ത LP UP എക്സാം അവസാന ചാൻസ് ആയിട്ടുള്ള അവരുണ്ടായിരിക്കാം. ഇത്തരം PSC എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് കേട്ടറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നാലാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഓൾറെഡി സർവീസിൽ പ്രവേശിച്ചിരിക്കുന്ന എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് തങ്ങളുടെ സർവീസ് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ നിങ്ങൾ പേടിയോടുകൂടെ സമീപിക്കുന്നതിന് പകരം വളരെ ധൈര്യത്തോടുകൂടെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുക. കൃത്യമായ പ്ലാനിംഗ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. അല്ലാതെ നിങ്ങൾ പേടിച്ചിരുന്നത് കൊണ്ടോ നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നത് കൊണ്ടോ നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് തവണ കേട്ടറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടാതെ പോയ ആളുകൾ ഉണ്ടായിരിക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോയിന്റുകൾ കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എക്സാമിന് മുമ്പേ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇത്രയും നാൾ ഞാൻ എക്സാം എഴുതിയിട്ട് എവിടെയാണ് എനിക്ക് പാകപ്പിഴ പറ്റിയിട്ടുള്ളത്, എവിടെയാണ് ഞാൻ എടുത്ത സ്റ്റെപ്പ് തെറ്റിയിട്ടുള്ളത് എന്ന് നിങ്ങളെ ആദ്യം ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുക. പിന്നീട് നിങ്ങൾ ഇരിക്കുന്ന ഓരോ സമയവും നിങ്ങൾ മുമ്പ് വരുത്തിയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അവയെല്ലാം പഠിച്ച് എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം തലയിൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ വേണ്ടതായിരിക്കില്ല. അപ്പൊ അത്തരത്തിലൊരാളായി എക്സാം ഹോളിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വേണ്ടത് എന്താണോ അത് കൃത്യമായി പഠിക്കുക. ചില ടോപ്പിക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നാൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടെ കിട്ടുമെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ മാത്രം കാണുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മുൻവർഷങ്ങളിൽ കേട്ടറ്റ് എഴുതിയവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേട്ടറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ട് സമീപിക്കുക. അതേപോലെ തന്നെ എക്സാം നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറാതെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. എനിക്കറിയാം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻ വർഷങ്ങളിൽ കേട്ടറ്റ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുക. ആ ചോദ്യങ്ങൾ ഓരോ ചോദ്യവും ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ ആ ഓപ്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വന്നിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ വല്ല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ പറഞ്ഞു പോകും. അതിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 15 വയസ്സുള്ള ജോണിയുടെ മാനസിക വയസ്സ് 18 ആണ്. IQ കണക്കാക്കുക. ഇവിടെ IQ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ്. അതിനെ മലയാളത്തിൽ എന്ത് പറയും? ബുദ്ധിമാനം. ഓക്കെ, ബുദ്ധിമാനം എന്നാണ് മലയാളത്തിൽ IQ പറയുന്നത്. ഇനി ഈ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എന്ന ടേം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. വില്യം സ്റ്റേൺ ആണ് IQ എന്ന ടേം ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ ആലോചിക്കാം? നമ്മൾ ഒരാളെ ബുദ്ധിമാനെ എന്ന് വിളിക്കുകയാണ്. ബുദ്ധിമാനം എന്നുള്ളത് ബുദ്ധിമാനെ എന്നായിട്ട് വിചാരിക്കുക. അപ്പോൾ അയാളെ ബുദ്ധിമാനെ എന്ന് വിളിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒന്ന് വലിയ കാര്യമായിട്ട് ഒന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കും അല്ലെ? അപ്പൊ ബുദ്ധിമാനെ എന്ന് വിളിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് അയാൾ സ്റ്റേൺ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ബുദ്ധിമാനെ എന്ന് വിളിക്കുമ്പോൾ ആരെങ്കിലും ചടഞ്ഞിരിക്കുമോ? ഇല്ല, ഒന്നുകൂടെ നെഞ്ചൊക്കെ വിരിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനൊക്കെ നോക്കും അല്ലെ? അപ്പൊ ബുദ്ധിമാനം വില്യം സ്റ്റേൺ ആണ്. ഇവിടെ നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള മറ്റൊരു കാര്യം, സ്റ്റേൺ
സ്റ്റേൺബർഗ് അല്ലെ, നമ്മൾ സൈക്കോളജിയിൽ തന്നെ സ്റ്റേൺബർഗിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേൺ കണ്ടിട്ട് സ്റ്റേൺബർഗ് ആണോ വില്യം സ്റ്റേൺ ആണോ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ബുദ്ധിമാനെന്ന് വിളിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ സ്റ്റേൺബർഗ് ഒരിക്കലും നമ്മളെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കില്ല. ഇനി ഇതേപോലെ മാറിപ്പോവാൻ സാധ്യതയുള്ള മറ്റൊരു ടേമാണ് ബുദ്ധിമാപനം എന്ന് പറയുന്നത്. എന്താണ് മാപനം എന്ന് പറയുന്നത്? മെഷർ എന്നാണ്, മാപനം ചെയ്യുക അല്ലെ. അപ്പൊ ബുദ്ധിമാപനം എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധിയെ മെഷർ ചെയ്യുന്നതിനെയാണ് ബുദ്ധിമാപനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ആദ്യമായി ബുദ്ധിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആയിരുന്ന ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ ഓർത്തു വെക്കണം. ബുദ്ധിമാപനം അല്ലെങ്കിൽ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബുദ്ധി പരീക്ഷയുടെ പിതാവാണ് ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ ആലോചിക്കും? ബുദ്ധിയെ മാപനം ചെയ്യാൻ നോക്കിയ ആള് തന്നെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആ പേര് നമുക്ക് ഓർത്തെടുക്കാനായിട്ട്, ഞാൻ നിന്റെ ബുദ്ധി ഒന്ന് മാപനം ചെയ്യട്ടെ, ഒന്ന് അളക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അയ്യോ, ഇപ്പൊ അളന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തലയിൽ ഒന്നുമില്ല അല്ലെ, എന്തൊക്കെയോ ആകെ കുഴഞ്ഞു മറങ്ങി കിടക്കാണ്, ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പറയും ഇപ്പൊ വേണ്ട, അല്ലെ പിന്നെ മതി, അല്ലെ അല്ലെങ്കിൽ പിന്നെ മതി എന്ന് പറയും. അപ്പൊ ആ അല്ലെങ്കിൽ പിന്നെ എന്നുള്ളതിന് ആൽഫ്രഡ് ബിനെറ്റ് എന്ന് ആലോചിക്കാം. ബുദ്ധിമാപനം ആൽഫ്രഡ് ബിനെറ്റ് ആണ്, ബുദ്ധിമാനം വില്യം സ്റ്റേൺ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആലോചിക്കാൻ പറ്റും. ഇങ്ങനെ ബുദ്ധിയെ മാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിൽ, അതായത് 30 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിനെറ്റും ആൽഫ്രഡ് ബിനെറ്റും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന സൈമണും കൂടെയാണ് ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്ന് പറയുന്നു. അപ്പൊ ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിമാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലാണ്. അപ്പോൾ IQ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ ആലോചിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. IQ കണക്കാക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരു ഗണിതക്രിയയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതാണ് മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഓക്കെ, ഇവിടെ മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട്. മാനസിക വയസ്സ് എത്രയാണ്? 18 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ 15 വയസ്സുള്ള ജോണിയുടെ എന്നാണ് പറയുന്നത്. അതായത് അയാൾ ജനിച്ചിട്ട് 15 വർഷമായിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെ നമ്മൾ കാലിക വയസ്സ്, കാലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കൊണ്ട് നമുക്കതിനെ കാലിക വയസ്സ് അല്ലെ അങ്ങനെ ഓർത്തുകൂടെ. അപ്പൊ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വയസ്സാണ് കാലിക വയസ്സ്. അത് അയാളുടെ യഥാർത്ഥ പ്രായമാണ്. മാനസിക വയസ്സെന്ന് പറയുന്നത് 18 ആണ്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ പറയല്ലേ വലിയ ആളായി പക്ഷെ എന്ത് ചെയ്യാനാ, ബുദ്ധിയില്ല, 5 വയസ്സുടെ ബുദ്ധിയില്ല, അല്ലെങ്കിൽ 2 വയസ്സിന്റെ കുട്ടികളുടെ ബുദ്ധിയുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ വളർന്ന് വലുതായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പ്രായത്തിന് ഒത്ത ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി, പക്വത അയാളിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ആ ഒരു രീതിക്ക് തന്നെ ആലോചിക്കുക. മാനസിക വയസ്സും കാലിക വയസ്സും ഉപയോഗിച്ചിട്ടാണ് IQ കാണുക. അവിടെയുള്ള ഇക്വേഷൻ മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ കാലിക വയസ്സ് ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു പ്രോബ്ലം വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ വന്ന് കാണാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ പലർക്കും സംശയം അല്ലെങ്കിൽ മാറിപ്പോവാൻ സാധ്യതയുള്ളത് കാലിക വയസ്സ് ഡിവൈഡഡ് ബൈ മാനസിക വയസ്സ് എന്ന് എഴുതിപ്പോവും. നിങ്ങൾ എത്രമാത്രം ആലോചിക്കുക. നമുക്ക് കാലിക വയസ്സ് അല്ലെ, നമുക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കതിന്റെ പക്വത അല്ലെ മാനസികമായിട്ടുള്ള പക്വത എത്തിയിരിക്കണം. അപ്പൊ അവിടെ മാനസികമായ വയസ്സിനാണ് പ്രാധാന്യം, എന്തിനല്ല കാലിക വയസ്സിനല്ല. അല്ലെ 30 വയസ്സായിട്ടും 2 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടിയുടെ മെച്യൂരിറ്റിയാണ് അയാൾ കാണിക്കുന്നതെങ്കിൽ വല്ല ഇമ്പോർട്ടൻസും നമ്മൾ അയാൾക്ക് കൊടുക്കുമോ? ഇല്ല. അപ്പൊ മാനസിക വയസ്സിനാണ് പ്രാധാന്യം. അപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് ആരായിരിക്കും? മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ് ആയിരിക്കും. താഴെ നിൽക്കുന്നത് കാലിക വയസ്സായിരിക്കും. അതിന് നമ്മൾ എന്തു ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മാനസിക വയസ്സ് 18 ആണ്, കാലിക വയസ്സ് 15ഉമാണ്. അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഗണിതക്രിയ അറിയാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവിഷനും അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ ഒരു ഗണിതക്രിയ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15നെയും 18നെയും 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ 5 വരും. ഇവിടെ 6 3 18, 6 വരും. അപ്പോൾ 6/5 ഇൻറ്റു 100 എന്ന് പറയും. 5നെ യൂസ് ചെയ്തിട്ട് നമുക്ക് 100നെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 20 എന്ന് വരും. 20 ഇൻറ്റു 6 എന്ന് പറയുന്നത് എന്താണ്? 120 അല്ലെ. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജോണിയുടെ IQ
120 ആണ്. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, IQ ഈക്വൽ ടു 100 വരാം, IQ ഗ്രേറ്റർ ദാൻ 100 വരാം, IQ ലെസ് ദാൻ 100 വരാം. IQ ഈക്വൽ ടു 100 എപ്പോഴാണ് വരിക? മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തുല്യമാവുക, MA ഈക്വൽ ടു CA എന്ന് പറയുന്ന അവസ്ഥയിൽ, അതായത് മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമാകുമ്പോഴാണ് IQ 100 വരിക, അല്ലെ? ഇവ രണ്ടും തുല്യമാണെങ്കിൽ MA/CA എന്ന് പറയുന്നത് 1 കിട്ടും. ആ 1നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം 100 കിട്ടും. ഓക്കെ. ഇനി IQ ഗ്രേറ്റർ ദാൻ 100 വരണമെങ്കിൽ ആര് വലുതായിരിക്കണം? മാനസിക വയസ്സ് കൂടുതലും കാലിക വയസ്സ് എന്തായിരിക്കണം? കുറവായിരിക്കണം. മാനസിക വയസ്സ് കൂടുതലായിരിക്കുമ്പോഴാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ നമ്പർ കിട്ടുക. അപ്പൊ ആ നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 100നേക്കാൾ വലിയൊരു നമ്പർ ആയിട്ട് നമുക്ക് നൽകുന്നുണ്ടായിരിക്കാം. ഇനി കാലിക വയസ്സാണ് മാനസിക വയസ്സിനേക്കാൾ വലുതെങ്കിൽ IQ കുറവായിരിക്കും. ഇനി എങ്ങനെയൊക്കെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെ ആലോചിക്കാം? മാനസിക വയസ്സ് കൂടുമ്പോൾ അയാൾക്ക് നല്ല IQ ഉണ്ടെന്ന് പറയാം, അല്ലെ? നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻസ് മാനസിക വയസ്സിനാണ്. കാലിക വയസ്സാണ് കൂടുതലെങ്കിൽ അയാളുടെ IQ കുറവാണ്. കുറവെന്ന് പറയുമ്പോൾ 100നേക്കാൾ താഴെ. രണ്ടും തുല്യമായിരിക്കുമ്പോൾ IQ 100 എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി തന്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രമാണ് പ്രക്ഷേപണം, അനുപൂരണം, താദാത്മീകരണം, യുക്തീകരണം. ഇവിടെ സമായോജന തന്ത്രം അഥവാ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അല്ലെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡിഫൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന തന്ത്രം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ ഇത്തരം സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇത്തരം തന്ത്രങ്ങളെയാണ് സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഡിഫൻസ് മെക്കാനിസം പല തരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 9 തരം ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുള്ളതും നമുക്ക് പഠിക്കാനുള്ളതും. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഓരോന്നും എന്താണെന്ന് നോക്കി പോവാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് വൺ, പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. നമ്മുടെ പരാജയ കാരണമായി മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെയോ ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പരീക്ഷയിൽ പഠിക്കാതെ തോറ്റ ഒരു കുട്ടി പറയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. അവിടെ എന്താ സംഭവിക്കുന്നത്? താൻ പഠിക്കാത്തതാണ് പരാജയ കാരണം. അത് മറച്ചു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻ പേപ്പറിനെ പറയാണ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടീച്ചർ മാർക്ക് തരാത്തത് കൊണ്ടാണ് ഞാൻ പരീക്ഷയിൽ തോറ്റിരിക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ എക്സാമിന് ആൻസറുകൾ എഴുതിയിട്ടുണ്ട്, ടീച്ചർ ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പറയും. പരാജയ കാരണം ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കുക ചെയ്യുന്നത്. ആക്ച്വലി ആ കുട്ടി പഠിക്കാത്തതാണ് റീസൺ എങ്കിൽ കൂടെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ചൂണ്ടിക്കാണിച്ച് പരാജയ കാരണമാക്കി പറയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരെണ്ണം ഏതാണ്? അനുപൂരണം അഥവാ കോമ്പൻസേഷൻ, അല്ലെ? ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, എന്തോ ഒന്നിന് പകരം വേറെ എന്തോ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ അനുപൂരണം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇപ്പൊ ഒരു വിദ്യാർത്ഥി പഠനത്തിൽ വളരെ പിറകിലാണ്, പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യാണ്? സ്പോർട്സിലൂടെയോ അല്ലെങ്കിൽ മറ്റു കോമ്പറ്റീഷൻസിലൂടെയോ എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്. പഠനത്തിലെ പിന്നോക്കാവസ്ഥ കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റും ആ കുട്ടി എന്ത് ചെയ്യാണ്? മറ്റൊരു രംഗത്ത് എക്സൽ ചെയ്യുന്നതിലൂടെ ഓവർകം ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇതിനെയാണ് അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരെണ്ണമാണ് താദാത്മീകരണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇവിടെ ഐഡന്റിഫൈ എന്നുള്ള ഒരു ടേമിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു, താനായി കാണുക എന്നും പിക്ക് ചെയ്യുന്നു. താനായി കാണുക, അല്ലെ? താദാത്മീകരണം, അപ്പൊ താനായി കാണുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ എന്താണ്? മറ്റൊരു വ്യക്തിയെ തന്നെപ്പോലെ ആയിട്ട് അല്ലെങ്കിൽ താനായിട്ട് കാണുമ്പോഴല്ലേ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും വിജയങ്ങളും നമ്മുടെ വിജയമായിട്ട് തോന്നുക, അല്ലെ? ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കാര്യത്തിലും സന്തോഷം നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മളെ ആയിട്ട് കണ്ടിട്ടില്ല. അവനവന്റെ സന്തോഷത്തിന് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുമല്ലോ. നമുക്കൊരു നല്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുമോ? ഇല്ല.
സന്തോഷിക്കും. അപ്പൊ മറ്റൊരാൾക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആയിട്ടാണ്, അല്ലെ നാം ആയിട്ടാണ് അവരെയും കാണുന്നത്. എനിക്ക് എന്നെ പോലെ തന്നെയാണ് അവരും, എന്റെ നല്ല സുഹൃത്താണ്, എനിക്ക് എങ്ങനെയാണോ ഞാൻ അതേപോലെ തന്നെയാണ് എനിക്ക് അവനും, അല്ലെ അങ്ങനെയൊക്കെ പറയാറില്ല. അപ്പൊ മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്, മറികടക്കാണ് ചെയ്യുന്നത്, അല്ലെ. ചിലർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവരെന്താണ്, അവരുടെ ഒരു സുഹൃത്തിന് ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അവർ സന്തോഷം കണ്ടെത്തും. അപ്പൊ അതിലൂടെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കുറെ അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കും, അല്ലെ. സന്തോഷവാനായിരിക്കാണ് എല്ലാവരുടെയും ലൈഫിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവനവന്റെ ലൈഫിൽ സന്തോഷം വരുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം കണ്ട് സന്തോഷിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും തെറ്റാണെങ്കിൽ കൂടെ അതിനെ ന്യായീകരിച്ച് ശരിയാണെന്ന് വാദിക്കാം, അല്ലെ. നമ്മൾ പറയാറുണ്ട് ചിലരൊക്കെ ന്യായീകരണ തൊഴിലാളിയാണ് എന്നുള്ളത്. ഇപ്പൊ പൊളിറ്റിക്സിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, തെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് സമ്മതിക്കില്ല, പകരം എന്താണ്, ന്യായീകരിച്ച് അതിനെ ശരിയാക്കുന്നത് വരെ, ശരിയല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം, പക്ഷെ ശരിയായി ചിത്രീകരിച്ച് വെക്കാണ് എന്ത് ചെയ്യുക, യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനിൽ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്, അത് യുക്തീകരണത്തിലാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, യുക്തിക്ക് നിലക്കാത്ത ന്യായീകരണം എന്നും ആലോചിച്ചാൽ മതി. ഓക്കെ, കോഡാണ്, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, യുക്തിക്ക് നിലക്കാത്ത ന്യായീകരണം. പിന്നെന്താണ്, താദാത്മീകരണം പറഞ്ഞപ്പോൾ താനായി കാണുക എന്നുള്ളത് പറഞ്ഞു, അല്ലെ. അനുപൂരണം എന്ന് പറയുന്നത് എന്താണ്, കോമ്പൻസേഷൻ. അപ്പൊ ഒരുവിധം ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അനുപൂരണം അതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാവും. പ്രക്ഷേപണം എന്ന് പറയുന്നത് നമ്മൾ ഒരാളിലേക്ക് പ്രൊജക്ട് ചെയ്ത് വിടുകയാണ്, അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളിലേക്ക് തള്ളിവിടുന്നതാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇനി യുക്തീകരണമാണ് ഇവിടെ ആൻസർ, അല്ലെ. ന്യായീകരിക്കുന്ന അല്ലെ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആൻസർ യുക്തീകരണമാണ്. ഈ യുക്തീകരണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സോർ ഗ്രേപ്പിസം എന്ന് പറയും. ഓക്കെ, സോർ ഗ്രേപ്പിസം അല്ലെങ്കിൽ പുളിക്കുന്ന മുന്തിരിങ്ങാ ശൈലി. രണ്ടാമത്തേതാണ് സ്വീറ്റ് ലെമണിസം അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങാ ശൈലി. ഓക്കെ, പുളിക്കുന്ന മുന്തിരിങ്ങ, മധുരിക്കുന്ന നാരങ്ങാ ശൈലി. ഓക്കെ, ഈ രണ്ട് ശൈലികളാണ് ഇതിൽ പറയുന്നുണ്ടായിരിക്കാം. സോർ ഗ്രേപ്പിസം നമുക്ക് എളുപ്പത്തിൽ ആലോചിക്കാം, അല്ലെ. പുളിക്കുന്ന മുന്തിരിങ്ങയുടെ, നമ്മൾ കുഞ്ഞിലേ കേൾക്കുന്ന ഒരു ടാത്ത മുന്തിരി പുളിക്കും, കുറുക്കന്റെ കഥ, അല്ലെ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരാൾ ഒരു കാര്യം നേടാൻ വേണ്ടി അതിയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ കിട്ടാതെ വരുമ്പോ എന്ത് പറയാണ്, ഓ അത് കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാ, അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാത്ത സാധനത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, എല്ലാവർക്കും കിട്ടട്ടെ, പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. ഒരാൾ കിട്ടാതെ വന്നപ്പോൾ അയാൾ പറയാണ്, ഓ കേട്ടറ്റ് എക്സാം ഒക്കെ കിട്ടിയിട്ട് എന്തിനാ, ഇപ്പൊ PSC എക്സാം എഴുതിയിട്ടൊന്നും അപ്പോയിന്റ്മെന്റ് ഒന്നും നടത്തുന്നില്ല, അല്ലെങ്കിൽ സ്കൂളുകളിലെ ടീച്ചേഴ്സിനൊന്നും ഇപ്പൊ വലിയ സാലറി ഒന്നും ഇല്ല, അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുട്ടികളൊന്നും ഇപ്പൊ ശരിയില്ല, സ്കൂൾ ടീച്ചിങ് ജോബേ ഇപ്പൊ ശരിയില്ല, ഞാൻ വേറെ വല്ല ജോലിക്കും പോവാണെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പറയില്ലേ. അതായത് കിട്ടാത്ത കാര്യത്തിനെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. അതാണ് സോർ ഗ്രേപ്പിസം എന്ന് പറയുന്നത്. സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത് എന്താണ്, മധുരിക്കുന്ന നാരങ്ങാശൈലി. അതായത് നാരങ്ങ അല്ലെ ലെമൺ എന്ന് പറയുന്നത് പുളിയാണെങ്കിൽ കൂടെ അത് മധുരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാരങ്ങ കടിച്ചു തിന്നിട്ട് ഒരാളോട് പറയാണ്, ഓ നല്ല മധുരാണ്, കഴിച്ചു നോക്കെന്ന് പറയില്ലേ, അതേ അവസ്ഥ. അതായത് നമുക്കൊരു സാധനം കിട്ടാൻ ശ്രമിച്ചു, കിട്ടിയില്ല, പകരം വേറെ എന്തോ കിട്ടി. ആ കിട്ടിയ സാധനം എന്ത് ചെയ്യാണ്, ഇതാണ് നല്ലത്, ഇതിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത് നമ്മൾ ഭാവിച്ച് നടക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പറയുന്നതിനെയാണ് സ്വീറ്റ് ലെമണിസം അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങാ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും യുക്തീകരണത്തിൽ വരുന്നതാണ്, സോർ ഗ്രേപ്പിസോ സ്വീറ്റ് ലെമണിസോ. ഓക്കെ, ഇത് കൂടാണ്ട് ഇനിയും 5 ഡിഫൻസ് മെക്കാനിസം പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരെണ്ണം നമുക്ക് ഇപ്പൊ നോക്കാം. ഒന്നാണ് ഡിനയൽ അല്ലെങ്കിൽ നിഷേധം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും പലരും നമ്മളെ ഉപദേശിക്കാൻ വരുന്നവരുണ്ടായിരിക്കാം. നമുക്കറിയാം അവരുടെ ഉപദേശം കേട്ടിട്ട് നമുക്ക് നന്നാവാൻ പോണില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതാണെന്ന് തോന്നാം. ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും, പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവർ വരുന്നത് കാണുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കും. ഇതെന്താണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. അവർ ചോദിക്കുന്ന കാര്യം ചിലപ്പോൾ കേട്ടറ്റ് എക്സാം കിട്ടിയില്ലേ, അല്ലെങ്കിൽ PSC കിട്ടിയില്ലേ, അല്ലെങ്കിൽ കല്യാണം കഴിക്കണില്ലേ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കാൻ പോകുന്നുണ്ടാവുക. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവർ വരുന്ന കാണുമ്പോൾ കാണാത്ത മട്ടിൽ നടന്നു പോവുക, അല്ലെ അവർ വിളിച്ചാൽ കേൾക്കാത്ത മട്ടിൽ നടന്നു പോവുക. അപ്പൊ ഇതിനെയാണ് കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു തരം
ഡിഫൻസ് മെക്കാനിസം ആണ് നിഷേധം അഥവാ ഡിനയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള 4 ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ വരും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പഠിക്കും. ഈ 5 കൃത്യമായി ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 4 എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നിയമം ഏത്? ഓപ്ഷൻസ്: ചോദക വിവേചന നിയമം, ലോ ഓഫ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ; സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ; വിലോപ നിയമം, ലോ ഓഫ് എക്സ്റ്റിങ്ഷൻ; പുനഃപ്രാപ്തി നിയമം, ലോ ഓഫ് സ്പോണ്ടേനിയസ് റിക്കവറി. ഇവിടെ പ്രത്യക്ഷണ നിയമം അഥവാ ലോ ഓഫ് പെർസെപ്ഷനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലോ ഓഫ് പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ ആദ്യം ഓർത്തിരിക്കുക. ലോ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വെച്ച പഠനത്തിന്റെ ആശയങ്ങൾ എന്താണ് എന്ന് പറയുമ്പോഴാണ് പഠിക്കുക. ഇവിടെ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വേർഡാണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാം. ജർമ്മൻ വേർഡാണ്. ഇനി എന്താണ് അതിന്റെ അർത്ഥം? രൂപഘടന എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. ഗസ്റ്റാൾട്ടുമായി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് അംശത്തേക്കാൾ പ്രാധാന്യം സമഗ്രതയ്ക്കാണ്. ഇത് ഏത് മനഃശാസ്ത്ര സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആലോചിക്കുക, സമഗ്രതയ്ക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ സമഗ്രതാവാദം എന്നും പറയാറുണ്ട്. സമഗ്രതാവാദം എന്നും ഇതറിയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണ നിയമം എന്ന് പറയുന്നത്. കാരണം ഇവരെന്താണ്, പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമീപനമാണ്, അല്ലെ? പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമീപനമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വെച്ചത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രത്യക്ഷണം എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് പലതരം കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ രുചിച്ചറിയുക, അല്ലെങ്കിൽ കണ്ടറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ സംവേദനങ്ങൾ എന്നാണ് പറയുന്നത്. സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന അനുഭവങ്ങളെ നമുക്ക് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറയും. നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ടായിരിക്കും, അല്ലെ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അയാളോട് ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചോദിച്ചത് നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. ചില സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെ? ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, സെൻസറി എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല, നമ്മുടെ ബ്രെയിൻ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് നൽകുന്നില്ല. അവിടെ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പൊ പ്രത്യക്ഷണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു സംവേദനം കിട്ടിയിട്ട് അതിന് നമ്മളൊരു റെസ്പോൺസ് കാണിക്കുമ്പോഴാണ് അവിടെ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ പ്രത്യക്ഷണം മനസ്സിലായല്ലോ. ഇത്തരത്തിൽ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമാണ് സമഗ്രതാവാദം. അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങളാണ് പ്രത്യക്ഷണ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പ്രത്യക്ഷണ നിയമമായിട്ട് വരുന്നത് സമ്പൂർണ്ണ നിയമം മാത്രമാണ്, അഥവാ ലോ ഓഫ് ക്ലോഷർ ആണ്. സമ്പൂർണ്ണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനൊരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഇതൊരു സർക്കിൾ ആണ്, അല്ലെങ്കിൽ ഇതൊരു ലൈനാണ്, ഒരൊറ്റ സിംഗിൾ ലൈനാണ് നിങ്ങൾ പറയാണ്. പക്ഷെ ഇത് ശരിക്കും സർക്കിൾ ആണോ? അല്ല. സർക്കിൾ ആണെങ്കിൽ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, അല്ലെ? ഇവിടേക്ക് എന്താണ്, ഓപ്പൺ എൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സർക്കിൾ അങ്ങനെയാണോ? അല്ല, സർക്കിൾ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. പക്ഷെ നമ്മൾ ഇതിനെ സർക്കിൾ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ പെർസെപ്ഷനിൽ അതൊരു സർക്കിൾ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ വിട്ട് കിടക്കുന്ന അഗ്രങ്ങളുണ്ട്, അല്ലെ? ഗ്യാപ്പുകളുണ്ട്. അതിനൊക്കെ നമ്മൾ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്തുണ്ട്, നമ്മുടെ മനസ്സിനുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ വിട്ട് നിൽക്കുന്ന അംശങ്ങൾ എന്നാണ് ഈ ഓരോ ഭാഗങ്ങളെ നമുക്ക് ഒരു അംശമായിട്ട് പറയാം, അല്ലെ? ഈ ഓരോ പാർട്ടിനെയും പൂർത്തീകരിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിനുണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെങ്ങനെ പൂർത്തീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ സർക്കിൾ ആയിട്ട് കാണുന്നത്. ശരിക്കും സർക്കിൾ ആയിരുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ അതിനെ സർക്കിൾ ആയിട്ട് കാണുന്നു. അവിടെ നടക്കുന്ന എന്താണ്, ലോ ഓഫ് ക്ലോഷർ, സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നും പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ പൂർത്തീകരിച്ച് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റാനുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ടെൻഡൻസിയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ വേറെയും പ്രത്യക്ഷ നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് അതൊക്കെ പറഞ്ഞു പോകാം.
ഗസ്റ്റാൾട്ടിസവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഉദ്ഗ്രഥിത സമീപനം. ഉദ്ഗ്രഥിത സമീപനം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റണം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. ഓക്കെ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനം എന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ബയോളജി പഠിപ്പിക്കുകയാണ്, ബയോളജിയിലെ ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് ബയോളജി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലോറോഫിലിനെ പറ്റിയിട്ടും ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ടും ഗ്രാന, സ്ട്രോമ, തൈലക്കോയിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും അല്ലെ, ബയോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതിനൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ എന്താണ്, കെമിസ്ട്രിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ, കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ അതിനൊപ്പം കെമിസ്ട്രി പഠിച്ചു. ഇനി ഇവിടെ തന്നെ സൺലൈറ്റിനെ പറ്റി അല്ലെ, ഫോട്ടോൺ അല്ലെ, അതെന്താണ്, ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഒരു വിഷയം പഠിക്കുമ്പോൾ തന്നെ മറ്റ് വിഷയവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനെയാണ് ഉദ്ഗ്രഥിത സമീപനം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ. നാഡീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. രേഷ്മയുടെ പ്രശ്നം ഏതാണ്? ഓപ്ഷൻസ്: ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. പലർക്കും ലേണിംഗ് ഡിസബിലിറ്റീസ് കൺഫ്യൂഷൻ ആവാറുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കാൽക്കുലിയ നമുക്ക് ആദ്യം നോക്കാം. കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാൽക്കുലേറ്റർ അല്ലെ, കാൽക്കുലസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് മാത്സുമായി ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡിസ്കാൽക്കുലിയൻ എന്താണ്, ഗണിത ക്രിയകളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ഇക്വേഷൻസ് ചെയ്ത് അല്ലെങ്കിൽ മാത്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഓർഡറിൽ എഴുതി പോകണം അല്ലെ ഓരോ ഇക്വേഷൻസ്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഒരു ടേം കഴിഞ്ഞിട്ട് അതിന്റെ പ്ലസിന്റെ ഇടയിൽ സ്പേസിങ് ഇടാനോ അല്ലെ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗണിതക്രിയകൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഗണിതക്രിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി ഡിസ്ഗ്രാഫിയ നോക്കിയേ. ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വരയ്ക്കുന്ന ഒരു സാധനമല്ലേ. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാണ്. അപ്പൊ നമ്മളിവിടെ എക്സ് എന്നും ഇവിടെ വൈ എന്നൊക്കെ ലാബൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വരയ്ക്കുന്നുണ്ട്, അതേപോലെ തന്നെ എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ അവിടെ എഴുത്തും വരുന്നുണ്ട്, വരയ്ക്കലും വരുന്നുണ്ട്. അപ്പൊ എഴുത്തും വരയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കാൽക്കുലിയയിൽ നമ്മൾ കാൽക്കുലേറ്ററിനെ കണ്ടു, ഗ്രാഫിയയിൽ നിന്ന് നമ്മളൊരു ഗ്രാഫിനെ എടുത്തു. ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പൊ വരയ്ക്കുന്നതിലും എഴുതുന്നതിലും ഉണ്ടാകുന്ന പഠന വൈകല്യങ്ങളാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇനി ഡിസ്ലെക്സിയ പലരെയും കൺഫ്യൂഷൻ വരുത്താറുണ്ട്. എന്താണ്, ലെക്സി പെൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുതുക എന്നുള്ളത് ആലോചിക്കും അല്ലെ. എഴുതുക ഗ്രാഫിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്ലെക്സിയ എഴുതുകയല്ല, വായിക്കുകയാണ്. ഇത് തെറ്റാണ്. വായിക്കുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിസ്ലെക്സിയ എഴുത്തുമായി ബന്ധപ്പെട്ടതല്ലെന്ന് പറയാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലെക്സി പെന്ന് വാങ്ങിക്കുന്നത് എപ്പോഴാണ്, നമ്മളിപ്പോ 3 രൂപയുടെ പേന കൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പബ്ലിക് എക്സാം ആവുമ്പോൾ എന്താണ്, ലെക്സി പെന്ന് വാങ്ങി എഴുതും. 3 രൂപയുടെ പെന്ന് കൊണ്ട് കൊല്ലം മുഴുവൻ എഴുതിയിട്ട് ശീലമുള്ള കുട്ടി പബ്ലിക് എക്സാമിന് 5 രൂപയുടെ പെന്ന് വാങ്ങി എഴുതുന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും, ആൻസർ ഷീറ്റ് കാണുന്ന ടീച്ചറിനെ എന്താണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് പേപ്പർ എഴുതിയേ മാത്രമേ നീറ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ വായിക്കുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ലെക്സി പെൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത് വായനയുമായി ബന്ധപ്പെട്ട വൈകല്യമാണെന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ചൂടെ. അപ്പൊ 3 രൂപയുടെ പെന്നാണ് നമ്മൾ ഉപയോഗിച്ചത്, 5 രൂപയുടെ പെന്ന് വാങ്ങിക്കുന്നത് എന്തിനാണ്, വായിക്കുന്നവരുടെ സൗകര്യം കണക്കിലെടുത്തിട്ടാണ്. ഓക്കെ, അപ്പൊ വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് മോട്ടോർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്. അതായത് സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കയ്യിലൊരു സാധനം മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ തട്ടാതെ നടക്കുക, അങ്ങനെയുള്ള ഒരു മോട്ടോർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ്. ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മ മസിൽസ് ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് ഡിസ്പ്രാക്സിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പഠന വൈകല്യങ്ങൾ തന്നെയാണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ,
ഡിസ്പ്രാക്സിയ. ഇനി നമുക്ക് സംസാര ഭാഷാ വൈകല്യങ്ങൾ കുറച്ച് നോക്കാം. 4 തരത്തിലുള്ള സംസാര ഭാഷാ വൈകല്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഭാഷാ വൈകല്യങ്ങളെയാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ഫാസിയ ഭാഷയുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളാണ്. ഓക്കെ, ഭാഷ ഉപയോഗിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. അടുത്ത ഒരു സംസാര ഭാഷാ വൈകല്യമാണ് ഡിസ്നോമിയ എന്ന് പറയുന്നത്. അല്ലെ, നോം എന്ന് പറയുമ്പോൾ തന്നെ നെയിമുമായിട്ട് അല്ലെങ്കിൽ പേരുകളുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളാണ്. അതായത് കൃത്യമായിട്ട് പേരുകൾ പഠിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഡിസ്നോമിയ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംസാര വൈകല്യം, അതായത് സംസാര ഭാഷാ വൈകല്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ സംസാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വൈകല്യമാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്രാക്സിയ. അതായത് ഇത്തരം കുട്ടികൾക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാം, പക്ഷെ തലച്ചോറിലെ തകരാറ് മൂലം കൃത്യമായിട്ട് ഇവർക്ക് താടിയെല്ലുകൾ, ചുണ്ടൊന്നും ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് വരികയാണ് അപ്രാക്സിയയിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത ഒരു സംസാര വൈകല്യമാണ് ഡിസ്ആർത്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ആർത്രിയ ഇതും ഇതുപോലെ സംസാര വൈകല്യം തന്നെയാണ്. ഇവിടെ തലച്ചോറിലുണ്ടാകുന്ന തകരാറല്ല കാരണം, ഇവിടെ വായിലെ മാംസപേശികളുടെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തളർച്ച കാരണം കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് വരെ, അല്ലെങ്കിൽ സംസാരം സാവകാശത്തിലാവുക, ഇതൊക്കെയാണ് എന്തുണ്ടാവുക, ഡിസ്ആർത്രിയയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ അത്ര കൃത്യത ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ മൂക്കിലൂടെയൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ സംസാര ഭാഷാ വൈകല്യങ്ങളിലാണ് ഡിസ്ഫാസിയ, ഡിസ്നോമിയ, അപ്രാക്സിയ, ഡിസ്ആർത്രിയ പഠിക്കുന്നത്. ഇതിന് ഭാഷാ വൈകല്യമാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ഡിസ്നോമിയ പേരുകൾ പഠിച്ചെടുക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്രാക്സിയ എന്ന് പറയുന്നത് തലച്ചോറിലെ തകരാറ് മൂലം താടിയെല്ലും ചുണ്ടും ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വൈകല്യങ്ങളാണ്. അപ്പോൾ കൃത്യമായി സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു. ഇനി ഡിസ്ആർത്രിയ എന്ന് പറയുന്നത് വായിലെ മാംസപേശികളുടെ മരവിപ്പ് കാരണം ഉണ്ടാകുന്നതാണ് ഡിസ്ആർത്രിയ എന്ന് പറയുന്നത്. അപ്പോൾ 4 PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ആ 4 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി ക്ലാസ് കണ്ട് നോട്ട് ചെയ്ത് വെച്ച് അതെല്ലാം ഒന്നുകൂടെ വായിച്ചു നോക്കുക, പഠിച്ചെടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റുകളിലൂടെ അറിയിക്കാം. അടുത്ത സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്